ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 10ാം തരത്തിലെ രസതന്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കോവിഡ്-19 എന്ന മഹാമാരി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണ കുട്ടികളേക്കാൾ ഒരുപക്ഷെ ശ്രവണ പരിമിതി നേരിടുന്ന കുട്ടികളായ നിങ്ങളാണ് കൂടുതൽ പ്രയാസം അനുഭവിച്ചത്. സർക്കാർ, അധ്യാപകർ, രക്ഷിതാക്കൾ, മാധ്യമങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി മുൻകാലങ്ങളിലുണ്ടായ പ്രതിസന്ധികളെ അതിജീവിച്ചതുപോലെ കോവിഡിനെയും നാം അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അധ്യാപകർ നൽകിയ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർച്ചിലെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കെമിസ്ട്രിയിലെ പ്രധാന പഠന മേഖലകൾ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. നമ്മുടെ SSLC പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ സ്കോറിൻ്റെ ഘടന: ഒരു സ്കോറിൻ്റെ 8 ചോദ്യങ്ങൾ, 2 സ്കോറിൻ്റെ 8 ചോദ്യങ്ങൾ, 3 സ്കോറിൻ്റെ 8 ചോദ്യങ്ങൾ, 4 സ്കോറിൻ്റെ 8 ചോദ്യങ്ങൾ, ആകെ 32 ചോദ്യങ്ങൾ, 80 മാർക്ക്. ഇതിലേതെങ്കിലും 40 മാർക്കിന് മാത്രം ഉത്തരം എഴുതുക. ഇനി നമുക്ക് ഓരോ പാഠത്തിൻ്റെയും പ്രധാന പഠന മേഖലകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പ്രധാന പഠന മേഖലകൾ: ഷെല്ലുകൾ, സബ് ഷെല്ലുകൾ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ്, SPD ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. പ്രധാന പഠന മേഖലകൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഷെൽ നമ്പർ, ഷെല്ലുകൾ. ഒന്നാമത്തെ ഷെൽ ഏതാണ്? K ഷെൽ. രണ്ടാമത്തെ ഷെല്ലോ L ഷെൽ. മൂന്നാമത്തേത് M. നാലാമത്തേത് N ഷെൽ. K ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെൽ S. L ഷെല്ലിലോ 2 സബ് ഷെൽ S, P. മൂന്നാമത്തെ ഷെല്ലിലോ 3 സബ് ഷെൽ S, P, D. നാലാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 4 സബ് ഷെല്ലുണ്ട് S, P, D, F. നിങ്ങൾക്കറിയാം, S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? 2. P സബ് ഷെല്ലിലോ 6. D സബ് ഷെല്ലിൽ 10. F സബ് ഷെല്ലിൽ 14. നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാവും.
എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന പൊതുവായ ഒരു സബ് ഷെല്ലുണ്ട്. ഏതാണത്? യെസ്, നമുക്കൊരു വേറൊരു പ്രവർത്തനം കൂടി വിശകലനം ചെയ്യാം. നിങ്ങൾ ഈ ടേബിൾ നോക്കുക. 2 മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോഡിയം, ഓക്സിജൻ. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാ? 11. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ മാഷ ഒന്നിച്ച് തന്നെ പറഞ്ഞു നോക്കൂ. 1s2, 2s2, 2p6, 3s1. നമുക്ക് ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വിശകലനം ചെയ്ത് ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരിയഡ് കണ്ടെത്താം അല്ലേ? നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ സോഡിയത്തിൻ്റെ ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടെത്താം? 1s2, 2s2, 2p6, 3s1. എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടെത്തുക? അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് ബ്ലോക്ക്, ആ മൂലകത്തിൻ്റെ ബ്ലോക്ക്. ഇവിടെ നോക്കൂ, അതേതാണ് ആ ബ്ലോക്ക്? യെസ്. ഇതിൻ്റെ പീരിയഡ് എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബാഹ്യതമ ഷെൽ നമ്പറാണ് പീരിയഡ്. അതിവിടെ എത്രയാണ്? 3. ഇനി എസ് ബ്ലോക്ക് ഉൾപ്പെടുന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം? ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അതിവിടെ എത്രയാണ്? 1 അല്ലേ? ഇനി നമുക്ക് ഓക്സിജൻ്റെ പരിചയപ്പെടാം. ഓക്സിജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു നോക്കൂ. 1s2, 2s2, 2p4. ഇതിൻ്റെ ബ്ലോക്ക് ഏതായിരിക്കും? മഷ നേരത്തെ പറഞ്ഞു, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ്. അതിവിടെ ഏതാണ്? പി ബ്ലോക്കാണ്. പി. പീരിയഡോ? ബാഹ്യതമ ഷെൽ നമ്പർ അതെത്രയാണ്? 2. ഇനി പി ബ്ലോക്ക് ഉൾപ്പെടുന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്താം? ബാഹ്യതമ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടണം. നോക്കൂ, 12 + 4 അപ്പം എത്രയായി? 16. ഇനി നമുക്ക് 2ാമത്തെ അധ്യായത്തിലെ പ്രധാന പഠന മേഖലകൾ പരിശോധിക്കാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നമ്മുടെ 2ാമത്തെ പാഠം. പ്രധാന പഠന മേഖല ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഗ്രാം അറ്റോമിക മാസ്, ഗ്രാം മോളിക്യുലാർ മാസ്, മോൾ, STPയിലെ മോളാർ വ്യാപ്തം.
ഈ അധ്യായത്തിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നത് പ്രധാനമായും 3 വാതക നിയമങ്ങളാണ്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ബോയിൽ നിയമം നിങ്ങൾക്കറിയാം, സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം P/V സമം സ്ഥിരസംഖ്യ എന്ന ഗണിത രൂപത്തിലും നമ്മൾ എഴുതുന്നു. ചാൾസ് നിയമം സ്ഥിര മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം V/T സമം ഒരു സ്ഥിരസംഖ്യ. അവോഗാഡ്രോ നിയമം നിങ്ങൾക്കറിയാം, സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റിലും നടക്കുന്ന വിവിധ സന്ദർഭങ്ങളെ ഈ വാതക നിയമവുമായി ബന്ധപ്പെട്ട് പറയാൻ നിങ്ങൾക്കറിയണം. നോക്കൂ, 3 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വായു നിറച്ച ബലൂണ് ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം. അത് ഏത് വാതക നിയമമാണ്? ബോയിൽ നിയമം. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ബലൂണ് ഊതി വീർപ്പിക്കുന്നു. വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. ഇത് ഏത് വാതക നിയമമാണ്? അവോഗാഡ്രോ നിയമം. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. വായു നിറച്ച ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നു. ഇവിടെ ഏത് വാതക നിയമമാണ്? ചാൾസ് നിയമമാണ്, അല്ലേ? വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം. നമുക്കൊരു പഠന പ്രവർത്തനം നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന പദസൂര്യൻ ശ്രദ്ധിക്കുക. 4 ഗ്രാം ഹീലിയം. നിങ്ങൾക്കറിയാം, GaM എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമാണ് 1 GaM, 1 ഗ്രാം അറ്റോമിക മാസ്. അതിവിടെ എത്രയാണ്? 1 GaM. 4 ഗ്രാം ഹീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, 1 GaM ഏത് മൂലകം എടുത്താലും അതിൽ 6.022 × 10⁻23 ആറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അത് 6.022 × 10⁻23 ആണ്. 4 ഗ്രാം ഹീലിയത്തിൽ എത്ര മോൾ ഹീലിയം ആറ്റങ്ങളുണ്ടായിരിക്കും? 1 മോൾ. 1 GaM സമം 6.022 × 10⁻23 ആറ്റങ്ങൾ തുല്യമാണ് 1 മോൾ ആറ്റങ്ങൾ. നമുക്ക് വേറൊരു പ്രവർത്തനം നോക്കാം. 28 ഗ്രാം നൈട്രജൻ. നൈട്രജൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 14. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ്, നൈട്രജൻ തന്മാത്രയുടെ മോളിക്കുലാർ മാസ് എത്ര? 28 ആണ്.
നോക്കൂ, പദസൂര്യൻ നോക്കൂ. നിങ്ങൾക്കറിയാം GMM എന്ന് പറഞ്ഞാൽ മോളിക്യുലാർ മാസിന് തുല്യമായ എത്രയും ഗ്രാമാണ്. 28 ഗ്രാം നൈട്രജൻ 1 GMM ആയിരിക്കും. 28 ഗ്രാം നൈട്രജനിൽ എത്ര തന്മാത്രകളുണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവഗോഡ്രോ സംഖ്യക്ക് തുല്യമായ എത്രയും തന്മാത്രകളുണ്ടാവും. അതെത്രയാണ്? 6.022 × 10⁻23. ഈ 28 ഗ്രാം നൈട്രജനിൽ എത്ര മോൾ നൈട്രജൻ തന്മാത്രകളുണ്ടാവും? നിങ്ങൾക്കറിയാം 6.022 × 10⁻23 തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ 1 മോൾ തന്മാത്രയാണ്. നമുക്കിതിനെ വേറൊരു പട്ടിക വിശകലനത്തിലൂടെ കുറച്ചുകൂടി വിശദമായി പരിചയപ്പെടാം. നിങ്ങൾ ടേബിൾ ശ്രദ്ധിക്കുക. 5 കോളം കൊടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന പദാർത്ഥം, മോളിക്യുലാർ മാസ്, മോൾ എണ്ണം, തന്മാത്രയുടെ എണ്ണം, STPയിലെ വ്യാപ്തം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യുലാർ മാസ് നൽകിയിട്ടുണ്ട്, 44 ആണ്. അപ്പം 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോളായിരിക്കും? നിങ്ങൾക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന മാസിനെ മോളിക്യുലാർ മാസ് കൊണ്ട് ഹരിക്കുക. 44/44 സമം 1 മോളാണ്. ഇതിലെ തന്മാത്രയുടെ എണ്ണം എത്രയായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ മനസ്സിലാക്കി, 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 തന്മാത്രകൾക്ക് തുല്യമാണ്. ഇതിലെ STPയിലെ വ്യാപ്തം എത്രയായിരിക്കും? ഒരു മോൾ ഏത് വാതകത്തിൻ്റെയും വ്യാപ്തം, STPയിലെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ രണ്ടാമത്തെ മൂലകം പരിശോധിക്കൂ. 8 ഗ്രാം ഹീലിയം. ഹീലിയത്തിൻ്റെ മോളിക്യുലർ മാസ് എത്രയാണ്? 4 ആണ്. ഇതിൽ എത്ര മോൾ ഉണ്ടാവും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നിരിക്കുന്ന മാസിനെ മോളിക്യുലർ മാസ് കൊണ്ട് ഹരിക്കുക. 8/4 എത്രയാണ്? 2 മോൾ. അപ്പോൾ 2 മോൾ ഹീലിയത്തിൽ എത്ര തന്മാത്രകളുണ്ടാവും? നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാം അല്ലേ? 2 × 6.022 × 10⁻23. STPയിലെ വ്യാപ്തമോ 2 × 22.4 ലിറ്റർ. നോക്കൂ, നമുക്ക് അടുത്ത മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എത്ര ഗ്രാമാണ് എന്നിവിടെ തന്നിട്ടില്ല എടുത്തിരിക്കുന്നത്. മോളിക്യുലർ മാസ് നിങ്ങൾക്കറിയാം 2 ആണ്. മോൾ എണ്ണം തന്നിട്ടുണ്ട്, 5 ആണ്. അങ്ങനെയാണെങ്കിൽ എടുത്തിരിക്കുന്ന ഗ്രാം എത്രയാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാം അല്ലേ? എന്ത് വേണം? 5 × 2 മോളിക്യുലർ മാസ് ഗുണിക്കണം മോൾ എണ്ണം സമം 10. അപ്പോൾ 10 ഗ്രാമാണ് ഹൈഡ്രജൻ എടുത്തിരിക്കുന്നത്. ഇതിലെ തന്മാത്രയുടെ എണ്ണമോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. 5 ഗുണിക്കണം 6.022 ഇൻറ്റു 10⁻23. STPയിലെ വ്യാപ്തമോ 5 ഇൻറ്റു 22.4 ലിറ്റർ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന 3ാമത്തെ അധ്യായത്തിലെ പ്രധാന പഠന മേഖലകൾ പരിശോധിക്കാം. പ്രധാന പഠന മേഖലകൾ: ലോഹങ്ങളുടെ രാസപ്രവർത്തനം, അത് വായു, ആസിഡ്, ജലം എന്നിവയുമായി ലോഹങ്ങളുടെ രാസപ്രവർത്തനം. ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും. ഗാൽവനിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെൽ, ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം, സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം, വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ, വൈദ്യുത ലേപനം. നമുക്ക് പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനം പരിചയപ്പെടാം. 5 ടെസ്റ്റ് ട്യൂബുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഓരോന്നിലും അയേണ്, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ചിത്രം നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിലുള്ള വാതക കുമിളകൾ പുറത്തു വരുന്നത് കാണാം. നോക്കൂ, ഇതിൽ ആസിഡുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ്? ആ കുമിള നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലേ? മഗ്നീഷ്യമാണ്. സാധാരണ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ പുറത്തു വരുന്ന വാതകം നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്? ഹൈഡ്രജനാണ്. പ്രവർത്തനശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമുക്ക് ഈ ലോഹങ്ങളെ ഒന്ന് ക്രമീകരിച്ച് നോക്കിയാലോ? പ്രവർത്തനശേഷി കൂടുതൽ ആരാണ്? മഗ്നീഷ്യം, തൊട്ടടുത്തത് സിങ്ക്, പിന്നെ തൊട്ടടുത്തത് അയേണാണ്, പിന്നെ തൊട്ടടുത്തത് ലെഡ്, കോപ്പർ. നോക്കൂ, ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ശ്രേണിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആ ശ്രേണിയുടെ പേരെന്താണ്? ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ചിത്രം നോക്കൂ. കോപ്പർ സൾഫേറ്റ് ലായനി എടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു സിങ്ക് ദണ്ട് ഇറക്കി വച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഏത് ലോഹമാണ് ആദേശം ചെയ്യപ്പെട്ടത്? നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയാം? കോപ്പറാണ് ആദേശം ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഇവിടെ ക്രിയാശീലത കൂടുതൽ സിങ്കിനാണ്. കോപ്പറിന് സിങ്കിനേക്കാൾ ക്രിയാശീലത കുറവാണ്. ഇവിടെ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏതായിരിക്കും? സിങ്കാണ്. എന്തുകൊണ്ടാണ്? ക്രിയാശീലത കൂടുതൽ സിങ്കിനാണ്.
നിരോക്സീകരണം സംഭവിച്ച ലോഹമോ? കോപ്പറാണ് അല്ലേ? അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹമാണ് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നത്. ഇനി മറ്റൊരു ചിത്രം നോക്കൂ. 2 ബീക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മഗ്നീഷ്യം മുക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബീക്കറിൽ മഗ്നീഷ്യം സൾഫേറ്റ് ലായനിയിൽ ഒരു കോപ്പർ ദണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ക്രിയാശീലത കൂടുതൽ മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാൾ. ചോദ്യം ഇതാണ്, ഇതിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നത് ഏത് ബീക്കറിലാണ്? ഒന്നാമത്തെ ബീക്കറിലാണ് അല്ലേ? എന്തുകൊണ്ടാണ്? മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതൽ. രണ്ടാമത്തെ ചിത്രത്തിൽ കോപ്പറിന് തിരിച്ച് മഗ്നീഷ്യത്തെ ആദേശം ചെയ്യാൻ കഴിയുമോ? ഇല്ല. കോപ്പറിന് ക്രിയാശീലം കുറവാണ് മഗ്നീഷ്യത്തേക്കാൾ. ഈ പാഠഭാഗത്തുള്ള മറ്റൊരു പ്രധാന പഠന മേഖലയാണ് ഗാൽവനിക് സെല്ല്. SLC പരീക്ഷയിലെ മുൻകാലങ്ങളിലെ ചോദ്യ പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോക്കൂ, ഒരു ഗാൽവനിക് സെല്ല് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. 2 ബീക്കർ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ലായനി, അതിൽ സിങ്ക് ദണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ ദണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൽ നിങ്ങൾക്ക് വേറൊന്നുകൂടി കാണാം, സാൾട്ട് ബ്രിഡ്ജ് കാണാം. ഒരു വോൾട്ട് മീറ്ററായി 2 ഇലക്ട്രോഡുകളെയും ഘടിപ്പിച്ചിട്ടുമുണ്ട്. ചോദ്യം, ഇവിടെ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്കറിയാം, അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കാനും അതിൻ്റെ ന്യൂട്രാലിറ്റി നിലനിർത്താനുമാണ് സാൾട്ട് ബ്രിഡ്ജ്. ഇവിടെ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ്, അതായത് ആനോഡ് ഏതാണ്? സിങ്കാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സിങ്കിനാണ് ക്രിയാശീലം കൂടുതൽ അല്ലേ? കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതൽ സിങ്കിനാണ്. ഇവിടെ നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? അതായത് കാഥോഡ് ഏതാണ്? കോപ്പറാണ്. ഈ ചിത്രം നോക്കി മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങനെയാണ്? സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് കോപ്പർ ഇലക്ട്രോഡിലേക്കാണ്. സിങ്കാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്, കോപ്പറാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. ഈ ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. നമുക്ക് മറ്റൊരു സെല്ല് പരിചയപ്പെടാം, വൈദ്യുത വിശ്ലേഷണ സെല്ല്. നോക്കൂ, ഇതിൽ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ് അല്ലേ? നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡിനെയാണ്
കാഥോഡ് എന്ന് പറയുക. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഇപ്പോൾ ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും നിങ്ങൾക്ക് ചിത്രം നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതെല്ലാമാണിത്? ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കാം, അലോഹ നിർമ്മാണം, വിവിധ സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന്, ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് വൈദ്യുത വിശ്ലേഷണ പ്രക്രിയ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന മറ്റൊരു പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന പ്രക്രിയ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാന പഠന മേഖലയാണ് സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. നിങ്ങൾക്കറിയാം, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആനോഡ് നെഗറ്റീവ് അയോണും നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അതായത് കാഥോഡിലേക്ക് പോസിറ്റീവ് അയോണുമാണ് ആകർഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ ആനോഡിൽ എന്താണ് ലഭിക്കുക? ആനോഡിൽ ലഭിക്കുന്ന ഉൽപ്പന്നം ക്ലോറിൻ ആയിരിക്കും അല്ലേ? കാഥോഡിലോ സോഡിയം ലഭിക്കും. നോക്കൂ, സോഡിയം ക്ലോറൈഡ് ലായനീയ വൈദ്യുത വിശ്ലേഷണം നടത്തിയാലോ? ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനുമാണ് ലഭിക്കുക. നമ്മളിവിടെ 1, 2, 3 അധ്യായങ്ങളിലെ പ്രധാന പഠന മേഖലകളാണ് ചർച്ച ചെയ്തത്. നിങ്ങൾ ഈ പഠന മേഖലകൾ കേന്ദ്രീകരിച്ച് SSLC പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുകയും ഉന്നത വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.